ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് കാലമായിട്ടുണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എൻ്റെ അമ്മാമ്മ മരിച്ചിരിക്കുകയായിരുന്നു. അമ്മാമ്മയ്ക്ക് 85 വയസ്സുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, മരിക്കേണ്ടതായ അസുഖങ്ങളൊന്നും അമ്മാമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നല്ല ആക്റ്റീവായുള്ള ഒരു അമ്മാമ്മയായിരുന്നു. അമ്മാമ്മേനെ ആദ്യമായിട്ട് ഒരു പരിചയപ്പെട്ട ഒരാൾ ഒരിക്കലും അമ്മാമ്മേനെ മറക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അമ്മാമ്മയുടെ. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് അമ്മാമ്മയുടെ മരിച്ചു എന്നുള്ളത് അങ്ങനെ കേട്ടപ്പോഴേ അത് ഭയങ്കര ഷോക്കായിരുന്നു. അമ്മാമ്മേനെ അറിയണവർക്കൊക്കെ ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാര്യം 85 വയസ്സായെങ്കിൽ കൂടി നമുക്കതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരണം എന്ന് പറയില്ലേ. എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരു നല്ലൊരു ഓർമ്മകൾ മനസ്സിലുണ്ട് അമ്മാമ്മേനെ കുറിച്ചിട്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും മറക്കില്ല. നമ്മൾ എന്താ പറയുക, കിടന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ പോയ കാരണം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അമ്മാമ്മേനെ. നമുക്ക് എത്ര നല്ല വ്യക്തിയായാലും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു മനസ്സിനൊരു ഇത് വരുമല്ലോ. ഇത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല. അതാരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ അമ്മാമ്മ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കില്ല, 85 വയസ്സിൽ മരിക്കും, അങ്ങനെയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അമ്മാമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാതും അങ്ങനെ വന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് നാളുകൾ ഗ്യാപ്പ് ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു 8ൻ്റെ പണി ഇവിടെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാച്ച് അവർ കുറയുന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നു. പക്ഷേ സബ്സ്ക്രൈബർ കുറയുന്നുള്ളത് അറിയണ്ടായില്ല. 953 സബ്സ്ക്രൈബർ വരെ അങ്ങനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർ, അവരൊരിക്കലും നമ്മളങ്ങനെ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ട് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അപ്പോൾ യൂട്യൂബ് തന്നെ എനിക്ക് പണി തന്നിട്ടുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബറും വേണമെങ്കിൽ കുറയുമായിരിക്കും. ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. യൂട്യൂബ് തുടങ്ങി ഒരു കൊല്ലത്തിന് ശേഷമാണ് സബ്സ്ക്രൈബറും വാച്ചവറൊക്കെ നമുക്ക് കുറയുക. അങ്ങനെ ഇപ്പോൾ നമുക്കതൊക്കെ കുറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ യൂട്യൂബിൻ്റെ പണി എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ എൻ്റേതായ പേഴ്സണൽ ലൈഫിലും ഒരുപാട് പണി ഇവിടെ കിട്ടി പ്രാവശ്യം.